ഇനി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ദുഃഖകരമായ ഒരു ദുരന്ത വാർത്ത ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ. ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ ബസ്സിന് തീപിടിച്ച് 20 പേർ വെന്തു മരിച്ചു. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. നിരവധി പേർ ചികിത്സയിലാണ്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, ഒരു വലിയ ദുരന്തമാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രാഥമിക വിവരമുണ്ടോ? 20 പേരാണ് മരിച്ചത്. ബാക്കി 20 പേരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? ആര്യ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ ദുരന്തമാണ്. വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. കർണൂൽ ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയാണ് ഈ ദുരന്തമുണ്ടായത്. ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്തിരുന്ന കാവേരി എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബസ്സിനാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിൽ തീപിടിക്കുകയുണ്ടായിരുന്നത്. പ്രാഥമിക വിവരങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ ആക്സിഡന്റ് ഈ റോഡിൽ നടന്നിരുന്നു. ബസ്സിന് മുൻപിൽ ഒരു ഇരുചക്ര വാഹനം വന്ന് ഇടിക്കുകയും ഇത് കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇതിൻ്റെ പെട്രോൾ ടാങ്കിന് തീപിടിക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് ബസ് മുഴുവൻ കത്തി നശിക്കുകയുണ്ടായിരുന്നത്. ഈ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ബസ്സിൻ്റെ മുൻഭാഗത്താണ് ആദ്യം തീപിടിച്ചത്. മുൻഭാഗത്ത് തീപിടിച്ച് പിന്നീട് മറ്റ് ഭാഗങ്ങളിലേക്ക് അത് പടരുകയായിരുന്നു. ബസ്സിൻ്റെ മുൻഭാഗത്ത് തീപിടിച്ചതിനാൽ തന്നെ യാത്രക്കാർക്ക് പലർക്കും ഇറങ്ങി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഈ അപകടത്തിൽ വളരെ ഒരുപാട് പേർ, ഏതാണ്ട് 20-ലധികം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് വിവരം ലഭിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. പലരും ജനാല തകർത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ബസ്സിനകത്ത് നിന്ന്. അവർ മാത്രമാണ് നിലവിൽ പരിക്കുകൾ അധികമില്ലാതെ രക്ഷപ്പെട്ട മറ്റു ചിലർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. കർണൂൽ ആശുപത്രിയിൽ ഈ സൗകര്യങ്ങൾ കുറവായതിനാൽ കൂടുതൽ പേരെ ഹൈദരാബാദിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ ദുരന്തമാണ് നടന്നത്. ഒരുപാട് ഇവിടേക്ക് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഇവിടേക്ക് എത്താനും നല്ല സമയമെടുത്തു. ടൗണിൽ നിന്ന് നല്ല ദൂരെയുള്ള സ്ഥലം, വളരെയധികം ഒരു റൂറൽ മേഖലയിലാണ് ഈ അപകടം നടന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം എത്തി തീ അണയ്ക്കാനായിട്ടുള്ള സമയം എടുത്തത് കാരണമെല്ലാം ഈ അപകടത്തിൻ്റെ വ്യാപ്തി അത് ഒരുപാട് കൂടിയിട്ടുണ്ട്. നിലവിൽ 10 മുതൽ 12 പേർ വരെ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. മൊത്തം 42ഓളം പേരാണ് ഈ ബസ്സിനകത്തുണ്ടായിരുന്നതായിട്ട് വിവരം ലഭിക്കുന്നത്. ആരൊക്കെയാണ് മരിച്ചത്, അവരുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ബംഗളൂരുവിലേക്കുള്ള ബസ് ആയതിനാൽ തന്നെ കൂടുതൽ പേരും കർണാടക സ്വദേശികളാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. അവിടെയുള്ള മറ്റ് ഇനി ഈ പാസഞ്ചേഴ്സിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ഒരു ബസ്സായിരുന്നു അല്ലേ? ഇതൊരു ട്രാവൽസ് ആയിരുന്നു, സ്വകാര്യ സ്ലീപ്പർ ട്രാവൽ ആയിരുന്നു. ഈ ബസ്സിനാണ് നിലവിൽ ഇപ്പോൾ തീപിടിച്ചതായിട്ട് വിവരം ലഭിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ കാവേരി ട്രാവൽസ് എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. ഇന്ന് പുലർച്ചെ 3:30 ഇത്ര വലിയൊരു അപകടം നടന്നത്. ഈ ബസ്സിൻ്റെ ടാങ്കിനുൾപ്പെടെ തീപിടിച്ചത് കാരണമാണ് ഇത്ര വലിയ രീതിയിൽ ബസ് പൂർണ്ണമായിട്ട് കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബസ് എന്തായാലും പൂർണ്ണമായിട്ട് കത്തിയിട്ടുണ്ട്. മറ്റ് ഇപ്പോൾ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരൊക്കെ എല്ലാം നിലവിൽ ചികിത്സയിലാണ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡു അദ്ദേഹം ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ചെയ്യുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഈ തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി അദ്ദേഹവും വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആന്ധ്രാപ്രദേശ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഇത്തരത്തിലൊരു ആക്സിഡൻറ്റ് നടന്നാണ് ഈ അപകടം ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം ലഭിച്ചത്. മറ്റ് കാര്യങ്ങളെല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. പുലർച്ചെ നടന്ന അപകടമായതിനാൽ തന്നെ അധികം പേരൊന്നും സംഭവ സ്ഥലത്തില്ലായിരുന്നു. അതുപോലെ തന്നെ വളരെ റൂറൽ മേഖലയായിരുന്നു. രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ മുഴുവൻ ഒരു നല്ല രീതിയിൽ പുരോഗമിക്കാനായിട്ട് പിന്നെയും ഒരുപാട് സമയമെടുത്തു. ഇതെല്ലാം കാരണമാണ് അപകടത്തിൽ മരണസംഖ്യ ഉൾപ്പെടെ ഇത്രയധികം ഉയരാൻ കാരണം. നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് മരണസംഖ്യ ഇനിയും കൂടുതൽ മുകളിലേക്ക് പോകാനുള്ള സാഹചര്യമാണുള്ളത്. പലരും വളരെയധികം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ കർണൂലിൽ അധികം അത്ര നല്ല ആശുപത്രികളൊന്നും ഇല്ലാതിരുന്നതിനാൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ഇത് കാരണം തന്നെ ഒരുപാട് പേരുടെ ചികിത്സ വൈകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതെല്ലാം കാരണം മരണസംഖ്യ ഇനി എത്രമാത്രം ഉയരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയണം. ഈ ബസ്സിൻ്റെ മുൻഭാഗത്ത് തീപിടിച്ചതാണ്
തീപിടിച്ചത് കാരണമാണ് ഇത്ര വലിയ രീതിയിൽ ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ ബസ്സിനകത്ത് കുടുങ്ങിപ്പോകുന്ന ഒരു നിലയുണ്ടായത്. ഈ ഒരു ജനാല തകർത്ത് ചാടി രക്ഷപ്പെട്ട ചില ആളുകൾ മാത്രമാണ് അധികം പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടത് എന്നതുകൂടി ഇതിൽ എടുത്തു പറയണം. ഇവർ തന്നെയാണ് മറ്റ് നാട്ടുകാരെ ഉൾപ്പെടെ വിളിച്ച് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാക്കുകയും ചെയ്തത്. യെസ്, തീർച്ചയായും. അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതിദാരുണമായ ഒരു അപകടമാണ് ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ നടന്നത്. ബസ്സിന് തീപിടിച്ച 20 പേരാണ് വെന്തു മരിച്ചത്.